ആദ്യമൊക്കെ എനിക്ക് ഫോണിൽ ഡയൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ വരികയും എൻ്റെ ജോലി പോവുകയും. എൻ്റെ പേര് പ്രിയ. 2017 എനിക്ക് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചാണ്. 2017 തന്നെ എനിക്ക് സർജറി നടന്നു. പക്ഷെ അത് ഫെയിലറായിപ്പോയി. 2019 വീണ്ടും സർജറി നടന്നു. അതും വീണ്ടും ഫെയിലറായി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം എനിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വീണ്ടും ട്രീറ്റ്മെൻറ്റിന് ഞാൻ പല സ്ഥലങ്ങളിൽ നടന്നിട്ടും അത് വിജയിച്ചില്ല. അത് ട്യൂമർ തിരിച്ചറിയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സാധാരണ ലൈഫ് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 1 മന്ത് കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അതിനുശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജോലി പോവുകയും എനിക്ക് കുട്ടികളെ ടീച്ചറായിരുന്നു ഞാൻ. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ വരികയും ബുക്കൊന്നും വായിക്കാൻ പറ്റാതെ വരികയും ഉള്ളൊരവസ്ഥയുണ്ടായി. ഞാൻ PSC പരീക്ഷയ്ക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ ട്യൂമർ വന്നതിന് ശേഷം എനിക്ക് പൂർണ്ണമായും അത് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ഞാൻ യദു സാറിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ സാറിനെ വന്ന് കാണുകയും സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റിന് മുമ്പ് എനിക്ക് കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും തലയിലൊരു ഭാരം പോലെയൊക്കെ ആയിരുന്നു എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ രോഗത്തിൻ്റെ പല അവസ്ഥകൾ, തൈറോയിഡിൻ്റെ കാര്യവും ബ്രെയിൻ ട്യൂമറിൻ്റെ കാര്യവും കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഫോണിൽ ഡയൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരാളുടെ സഹായത്തോടു കൂടിയായിരുന്നു ഫോണിൽ ഡയൽ ചെയ്യുകയും ഫോൺ കോൾ ചെയ്യുകയും ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് ഫോണിൽ തന്നെ ഡയൽ ചെയ്യാൻ പറ്റുന്നു. സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് കണ്ണ് ഫുള്ള് ഇരുട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കണ്ണടച്ച് പിടിച്ചാൽ വെട്ടം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് കാണില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ആ ഒരു സ്റ്റെപ്പ് വ്യക്തമായി കാണും. ഞാൻ പലയിടത്തും പോയിട്ട് കാല് മടങ്ങി വീണിട്ടുണ്ട്. അതായത് 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ 1ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായി 2ാമത്തെ സ്റ്റെപ്പ് കാണാം. ഈ കഴിഞ്ഞ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് വായിക്കാം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മോളുടെ പഠിപ്പിക്കുന്നതൊക്കെ ഹസ്ബൻഡായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മോളെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിൽ വരുന്നതിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായി ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കുവാണ്. അപ്പോൾ പിന്നെ എനിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് എനിക്ക് കാഴ്ച ക്ലിയർ ആകുന്നില്ല. ഫസ്റ്റ് ഞാൻ ഇത് ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് 2ാമത് വിളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് എന്നെ ഇങ്ങോട്ട് 2 പ്രാവശ്യം എനിക്ക് ആ സ്റ്റാഫിനെ എത്ര പറഞ്ഞാലും, ഒരു ലേഡി സ്റ്റാഫായിരുന്നു, അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുകയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇതാകുകയും എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ തിരിച്ച് വിളിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ ബുക്ക് ചെയ്യും. എനിക്കതൊരു നല്ലൊരു അനുഭവമായിരുന്നു. സാമ്പത്തികമായി ഞാൻ സാറിനെ കാണുമ്പോൾ സാറിലെ മരുന്നിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് മരുന്ന് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറയുമ്പോൾ സാറ് എന്നോട് പറയുന്നുണ്ട്, ഇത് രോഗം മാറട്ടെ, എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് ചെയ്യാം എന്ന് സാർ എന്നോട്. എനിക്ക് ഇത്ര ട്രീറ്റ്മെൻറ്റിലൂടെ ഞാൻ മുന്നോട്ട് പോയെങ്കിലും ഒരു ഡോക്ടർമാർ പോലും എന്നോട് അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പക്ഷേ സാർ എന്നോട് പൂർണ്ണമായും ഒരു സഹകരിക്കുന്ന രീതിയിൽ സാർ പറഞ്ഞു, ഞാൻ സാമ്പത്തികമായിട്ടാണേലും മരുന്ന് ഒരു കാരണവശാലും മുടങ്ങരുതെന്നും സാറിൻ്റെ ആ വാക്കിൻ്റെ പുറത്ത് എനിക്കൊരു 100% ഒരു ശക്തി എനിക്കുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴാണേലും ഞാനൊരു പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിച്ച് സാറിനൊരു ദൈവതുല്യമായി തന്നെയാണ് കണക്കാക്കി മുന്നോട്ട് പോകുന്നത്. സാറിനോട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ.